നമ്മൾ മ്യൂച്വൽ ഫണ്ട് സീരീസ് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. കാര്യം ഏത് മാർക്കറ്റ് കണ്ടീഷനിലും, അതായത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയണേ, പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം കമ്പയർ ചെയ്ത് നമ്മളൊരു മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഗ്ലോബലി ഉള്ള സിറ്റുവേഷൻ അനുസരിച്ചാണ്. ഇത് മൈക്രോ അല്ലെങ്കിൽ മാക്രോ ഇക്കോണമീനെ ഉണ്ടാവുന്ന ചേഞ്ചസിനനുസരിച്ച്. ഇപ്പം US ട്രംപ് കൊണ്ടുവരുന്ന പുതിയ പ്രസിഡൻറ്റ്, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരുന്ന ഓരോ സജഷൻസും ഓരോ ചേഞ്ചസും ഗ്ലോബലി ഒരുപാട് മാർക്കറ്റുകളെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ US മാർക്കറ്റ് ആവാം, അത് യൂറോപ്യൻ മാർക്കറ്റ് ആവാം, ഏഷ്യൻ മാർക്കറ്റുകളാവാം. ഇന്ത്യൻ മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഏഷ്യൻ മാർക്കറ്റിൻ്റെ ഇൻഫ്ലുവൻസിലല്ല റൺ ചെയ്യുന്നത്. അത് ഗ്ലോബലി ഉള്ള എല്ലാ മാർക്കറ്റുകളുടെയും മൂവ്മെൻറ്റിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് മൂവ് ചെയ്യാറുള്ളത്. അതായത് അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ ഫോളോ ചെയ്യുന്ന വേറെ മാർക്കറ്റുകളുണ്ടാവും. അപ്പോൾ നമ്മളെല്ലാം പ്രൈമറി ആയിട്ട് കമ്പയർ ചെയ്യുന്നത് US മാർക്കറ്റാണ്. അതായത് US മാർക്കറ്റ് ഈസ് ദ മദർ ഓഫ് ഓൾ അതർ ഗ്ലോബൽ മാർക്കറ്റ്സ്. അപ്പോൾ അതിന് US ആണൊരു ബേസ് ആയിട്ട് എടുക്കുന്നത്. ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും, ഏറ്റവും കൂടുതൽ കമ്പനീസ് ഉള്ളത്, അപ്പം ഏറ്റവും കൂടുതൽ ഡെപ്ത് ഉള്ള മാർക്കറ്റ് എന്നൊക്കെ പറയാം. അപ്പം നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഓഹരികൾ ഉൾപ്പെടെയുള്ള അസറ്റ് ക്ലാസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട്, കടപ്പത്രങ്ങൾ ഉൾപ്പെടെ, മണി മാർക്കറ്റ്, ഡിബഞ്ചേഴ്സ്, ബോൺസ്, ഇങ്ങനെ പല പല അസറ്റ് ക്ലാസ്സസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് എപ്പോഴും ഗോൾഡ്, സിൽവർ, അങ്ങനെ മൾട്ടി അസറ്റ് കാറ്റഗറി ഫണ്ടുകൾ ഉൾപ്പെടെ വരാറുണ്ട്. അപ്പം പലതിനും പല രീതിയിൽ പല സിംഗിൾ വീഡിയോസായിട്ട് ചെയ്താൽ ശരിക്കും ഡീപ്പായിട്ട് മനസ്സിലാവുള്ളൂ. എപ്പോഴും ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയാം. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടുമോ, പലപ്പോഴും ചോദിക്കുന്ന അങ്ങനെയാണ്. അതായത് ഗവൺമെൻറ് സർവീസിന് റിട്ടയർ ചെയ്ത ആൾക്കാരാണ് അല്ലെങ്കിൽ സർവീസിലുള്ള ആൾക്കാരാണ് പലപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് പതിവായിട്ട് കേൾക്കാറുള്ളത്. അതായത് എനിക്ക് നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഓഫീസിൻ്റെ സൊസൈറ്റി ഉണ്ട്, അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് ഇത്ര രൂപ കിട്ടും, എനിക്ക് പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺസ് കിട്ടും, പിന്നെ ആവശ്യത്തിന് പൈസ എടുക്കാൻ പറ്റും. പക്ഷേ പലപ്പോഴും അങ്ങനെ പല സൊസൈറ്റികളും പൂട്ടിപ്പോകുന്നതും കാണാറുണ്ട്. നമ്മളിപ്പം ട്രിവാൻഡ്രത്ത് നിന്നാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രം ജില്ലയുടെ ഇത് കൊല്ലം ജില്ലയിലാണ്, ഇപ്പോൾ ഓൾമോസ്റ്റ് കൊല്ലം ജില്ലയിലായി. അപ്പം ട്രിവാൻഡ്രം കൊല്ലം ബോർഡർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം തിരുവനന്തപുരത്ത് തന്നെ ഉള്ള ഒത്തിരിയും ഇതുപോലത്തെ സൊസൈറ്റികൾ പൂട്ടുന്ന കണ്ടിട്ട്, ഓഫീസുകളായിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസുകളായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയാം. അങ്ങനെ ഒത്തിരി, ഒന്നിൻ്റെ പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ റിസ്ക് എത്രത്തോളം ഉണ്ടെന്നുള്ള മനസ്സിലാക്കാതെ തന്നെ പലരും എന്താണ് അവരുടെ പ്രൊഫൈൽ എന്ന് പോലും നോക്കാതെ സംസാരിക്കും. അപ്പം നമുക്കിന് സങ്കടം തോന്നും, ഇത്രയ്ക്ക് അറിവില്ലാത്ത ആൾക്കാരാണോ ഇവർ. അപ്പം ഞങ്ങളുടെ തന്നെ ഒരു ഫ്രണ്ട് സർക്കിളിലൊരു ഫാക്കൽറ്റി, ഒരു കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഉള്ളൊരു ഫാക്കൽറ്റി, അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ തന്നെ പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഇട്ടാൽ ഇതിനേക്കാൾ കൂടുതൽ കിട്ടും എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്താണ് ഇതിനേക്കാൾ കൂടുതൽ, എന്താണ് അതും ഇതും തമ്മിൽ വ്യത്യാസമൊന്നും മനസ്സിലാക്കാതെ ബ്ലൈൻഡായിട്ട് അതങ്ങനെ പറയുകയാണ്. അപ്പോൾ അവർ ഒരു 5 വർഷത്തിന് മുകളിൽ അല്ലെങ്കിൽ 10 വർഷത്തോളം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മ്യൂച്വൽ ഫണ്ടിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് പ്രോമിസിങ് ആയിട്ടുള്ളൊരു സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ആയിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ പിന്നെയും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മറ്റുള്ളവർക്ക് പറയാനായിട്ട് ശ്രമിക്കും. അതേസമയത്ത് ഒരിക്കൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് സൊസൈറ്റി അല്ലെങ്കിൽ ചിട്ടിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ശരിക്കും പറഞ്ഞാൽ അത് തന്നെ അവരുടെ നിർബന്ധം കാരണം ഫോളോ ചെയ്യുന്നതാണ്. അല്ലാതെ ഇത് നന്നായിട്ടല്ല പലപ്പോഴും അവർ പിന്നെ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യാനും നിൽക്കാറില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ട്രെൻഡ് ശരിക്കും നമ്മുടെ നാട്ടിലുള്ള. ഇത് എന്നെ നിർബന്ധിച്ച് ചിട്ടി ചേരാൻ പറഞ്ഞ് ചിട്ടി ചേർന്നു, സൊസൈറ്റിക്കാർ വന്ന് വീട്ടിൽ പറഞ്ഞു, അവർ പൈസ എപ്പോഴും വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. പക്ഷേ നിർത്തി പോകുന്നതിന് മുന്നേ അവരാരും ഇതുപോലെ വീട്ടിൽ ഒന്നും പറയില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു അവെന്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആണ്. അത് പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാതെ നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എത്ര വീഡിയോ കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവില്ല. അപ്പം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സർപ്ലസ് ഉണ്ടെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്യാൻ സർപ്ലസ് എന്ന് പറഞ്ഞാൽ 100 രൂപ കൊടുത്തിട്ടാണെങ്കിൽ നമുക്കൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിന് തുടങ്ങാവുന്നതേ ഉള്ളൂ. അപ്പം ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് 100 രൂപയാണ്. അത് ഏത് സമയത്തും നമുക്ക് വിഡ്രോ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും അതിനകത്ത് അവൈലബിൾ ആണ്.